ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ 4th ചാപ്റ്ററായ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് നോക്കാം. ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, അഡൾട്ട്ഹുഡ് ആൻഡ് ഓൾഡ് ഏജ്. ഈ സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ സ്റ്റേജസിലൊക്കെ ഗ്രോത്തും ഡെവലപ്മെൻറ്റിനെയും കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ഇൻഫാൻസി മുതൽ ഓൾഡ് ഏജ് വരെയുള്ള ഓരോ സ്റ്റേജിലും എന്തൊക്കെ ഗ്രോത്തും ഡെവലപ്മെൻറ്റുമാണ് മനുഷ്യന്മാർക്ക് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ് ഫ്രം കൺസെപ്ഷൻ ടു ഡെത്ത്. അല്ലേ, ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുട്ടിയെ കൺസീവ് ചെയ്തത് മുതൽ ഡെത്ത് വരെ, ആ കുട്ടിയുടെ ഡെത്ത് വരെ, മരണം വരെയുള്ള ഡെവലപ്മെൻറ്റിനെ അല്ലെങ്കിൽ ഗ്രോത്തിനെയാണ് എന്ത് പറയുന്നത്, ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. അതെന്താണ്, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അല്ലേ, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടേയിരിക്കും. ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ദ ഡെവലപ്മെൻറ്റ് വർക്ക്സ് ബൈ പ്രോഗ്രസ്സിങ് ത്രൂ വേരിയസ് സ്റ്റേജസ്. ഡെവലപ്മെൻറ്റ് പല സ്റ്റേജസിലൂടെയാണ് എന്ത് നടക്കുന്നത്, ഡെവലപ്മെൻറ്റ് പ്രോഗ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നടക്കുന്നത്. ഓക്കെ, ഓൾ ദീസ് സ്റ്റേജസ് ആർ ഇൻ്റർ റിലേറ്റഡ് ആൻഡ് കോംപ്ലിമെൻ്ററി. ഈ പറയുന്ന എല്ലാ സ്റ്റേജസും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടുള്ളതാണ്, ഇൻ്റർ റിലേറ്റഡ് ആണ്, അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ആണ്, ഒന്നിനെ കോംപ്ലിമെൻ്റ് ചെയ്ത് പോകുന്നതാണ് അടുത്ത സ്റ്റേജ്. ഓക്കെ, അപ്പോൾ എല്ലാ സ്റ്റേജസും, ഓരോ സ്റ്റേജസും പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആണ്, ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഒന്നിൻ്റെ തുടർച്ചയായിട്ടാണ് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് അടുത്ത സ്റ്റേജ് വരുന്നത്. ഓക്കെ, ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ആർ ഡിവൈഡഡ് ഇൻറ്റു പ്രീ നാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ. ഡെവലപ്മെൻറ്റിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, പ്രീ നാറ്റൽ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ പോസ്റ്റ് നാറ്റൽ ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഈസ് ഓൾസോ ഡിവൈഡഡ് ഇൻറ്റു സബ് കോമ്പണൻസ്. എന്താണ് അത്, പ്രീ നാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലേ, ജനിക്കുന്നതിന് മുമ്പേ ഉള്ള സ്റ്റേജും ജനനത്തിന് ശേഷം, അതായത് ബർത്തിന് ശേഷമുള്ള സ്റ്റേജായിട്ട് പ്രീ നാറ്റലും പോസ്റ്റ് നാറ്റലും ആക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനെ തന്നെ പല സബ് കോമ്പണൻസ് ആക്കിയിട്ട് വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രീ നാറ്റൽ സ്റ്റേജ് എന്തൊക്കെ തരത്തിലാണ് വേർതിരിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഇസ് ജെർമിനൽ സ്റ്റേജ് ആണ്. ജെർമിനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാരംഭഘട്ടം, നമ്മുടെ പ്രീ നാറ്റൽ ബേബിയുടെ ഒരു പ്രാരംഭഘട്ടമാണ് ജെർമിനൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്താണ്, കൺസീവ് ടു 2 വീക്സ് വരെയാണ് അതിൻ്റെ കാലാവധിയുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് എംബ്രിയോണിക് സ്റ്റേജ്. എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വീക്സ് ടു 8 വീക്സ് വരെയാണ് അതിൻ്റെ ആ ഒരു പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ദെൻ ലാസ്റ്റ് ഈസ് ഫീറ്റൽ സ്റ്റേജ്. ഫീറ്റൽ സ്റ്റേജ് 8 വീക്സ് ടു ബർത്ത്. 8 ആഴ്ച മുതൽ ബർത്ത് വരെയുള്ള കുട്ടിയുടെ സ്റ്റേജിനെ പറയുന്നതാണ് ഫീറ്റൽ സ്റ്റേജ്. ഓക്കെ, ദെൻ അടുത്തത് പോസ്റ്റ് നാറ്റൽ സ്റ്റേജ് എന്തൊക്കെ തരത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇൻഫാൻസി. ഇൻഫാൻസി മീൻസ് ജനിച്ചത് മുതൽ, അല്ലേ, ബർത്ത് ടു 2 ഇയേഴ്സ്, ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള ഒരു സ്റ്റേജാണ് പ്രീ നാറ്റൽ സ്റ്റേജ്. ദെൻ ചൈൽഡ്ഹുഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ചൈൽഡ്ഹുഡ് സ്റ്റേജാണ്. 2 ഇയേഴ്സ് ടു 12 ഇയേഴ്സ് വരെ എന്താണ്, ചൈൽഡ്ഹുഡ് സ്റ്റേജാണ്. ദെൻ അഡോളസൻസ്, 12 ഇയേഴ്സ് ടു 18 ഇയേഴ്സ് അഥവാ 20 ഇയേഴ്സ് വരെയാണ് എന്തുള്ളത്, അഡോളസൻസ് ഉള്ളത്. ഓക്കെ, അഡോളസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജ് ഇത്രയും 12 ഇയേഴ്സ് മുതൽ, അതല്ലെങ്കിൽ നമ്മുടെ ടീനേജാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, അഡോളസൻസ് ആക്കിയിട്ട് കണക്കാക്കുന്നത്. അടുത്തതായിട്ട് അഡൾട്ട്ഹുഡ്. അല്ലേ, അഡൾട്ട്ഹുഡിൻ്റെ ഏജ് എങ്ങനെയാണ്, 18 or 20 ഇയേഴ്സ് ടു ഓൾഡ് ഏജ് വരെ എന്താണ്, അഡൾട്ട്ഹുഡായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രീ നാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ സ്റ്റേജസ് തരംതിരിക്കപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഇനി നമുക്ക് പ്രീ നാറ്റൽ സ്റ്റേജിൽ എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നതെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ദ സ്റ്റേജ് ഫ്രം കൺസെപ്ഷൻ ടു ബർത്ത് ഈസ് കോൾഡ് പ്രീ നാറ്റൽ സ്റ്റേജ്. കൺസീവ് ചെയ്തത് മുതൽ ബർത്ത് വരെയുള്ള സ്റ്റേജിനെ എന്താണ് പറയുന്നത്, പ്രീ നാറ്റൽ സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ പീരീഡ് ഫ്രം കൺസെപ്ഷൻ ടു 2 വീക്സ് ഈസ് കോൾഡ് ജെർമിനൽ സ്റ്റേജ്. കൺസീവ് ചെയ്തത് മുതൽ 2 വീക്സ് വരെയുള്ള ഒരു ടൈം പീരീഡിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്, ജെർമിനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഫ്രം എൻഡ് ഓർ സെക്കൻഡ് വീക്ക് ടു 8 വീക്ക് ഈസ് കോൾഡ് എംബ്രിയോണിക് സ്റ്റേജ്. സെക്കൻഡ് വീക്കിൻ്റെ എൻഡ് മുതൽ 8 വീക്ക് വരെയുള്ള ഒരു സ്റ്റേജിന് നമ്മൾ എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറയും. ആൻഡ് 8 വീക്സ് ടു എത്ര വരെയാണ്, ബർത്ത് വരെ നമ്മൾ എന്ത് പറയും, അതിനെ ഫീറ്റൽ സ്റ്റേജ് എന്ന് വിളിക്കും. അല്ലേ, ദിസ് ഇസ് ദ ടൈം, അതിൻ്റെ ചാർട്ടൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ ദിസ് ഇസ് ദ ടൈം
വെൻ ദ പ്രൈമറി ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ടേക്സ് പ്ലേസ്. എന്താണ് ഈ ഒരു സമയത്താണ് എല്ലാ പ്രൈമറി ഡെവലപ്മെൻറ്റ്സും അല്ലെങ്കിൽ പ്രൈമറി എലമെൻറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, അതായത് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഓർഗൻസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പീരീഡിലാണ്. ഓക്കെ, ദെൻ diet, mother's health, emotional status, this period, age of parent and diseases caused by alcohol influence during the first 2 months after കൺസെപ്ഷൻ. എന്താണ് കുട്ടിയുടെ വളർച്ചയെ ബാധിക്കുന്ന ഘടകങ്ങളെയാണ് പറയുന്നത്. ഓക്കെ, കുട്ടിയുടെ മദറിൻ്റെ ഡയറ്റ്, അതുപോലെ മദേഴ്സ് ഹെൽത്ത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, അതുപോലെ ഇമോഷണൽ സ്റ്റേറ്റസ്, കൺസീവ് ചെയ്ത സമയത്ത് മദറിൻ്റെ ഇമോഷണൽ സ്റ്റേറ്റസ്, അതുപോലെ ദ പീരീഡ് ഓഫ് ഏജ്, പാരൻസിൻ്റെ ആ ഒരു ഏജ് പീരീഡ്, അതുപോലെ വേറെ എന്തെങ്കിലും ഡിസീസസ് കോസ്ഡ് ബൈ ആൽക്കഹോൾ കൺസെപ്ഷൻ മൂലം എന്തെങ്കിലും ഡിസീസസ്, അസുഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഫസ്റ്റ് ഈ ഒരു 2 മന്ത്സിൽ, ഈ ഒരു പ്രീനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്ന ഫസ്റ്റ് 2 മന്ത്സിൽ പാരൻസിന് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും എന്നാണ് പറയുന്നത്, കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കും അല്ലേ. മദേഴ്സ് ഡയറ്റ്, നല്ല രീതിയിലുള്ള ഫുഡ് ന്യൂട്രീഷ്യസ് ആയിട്ട് കഴിക്കുക, അതുപോലെ മദറിൻ്റെ ഈ ഒരു കൺസീവ് ചെയ്ത സമയത്തുള്ള ഹെൽത്ത്, അതുപോലെ ഇമോഷണൽ സ്റ്റേറ്റസ് അല്ലേ. മദർ ഇമോഷണലി എന്താവണം, സ്റ്റേബിൾ ആവണം അല്ലേ. അല്ലെങ്കിൽ ഏജ് പീരീഡ് അല്ലേ, പാരൻസിൻ്റെ ഏജ് പീരീഡ്, അവർക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്, അവർക്ക് ആരോഗ്യത്തിന് ആരോഗ്യം ക്ഷയിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനും അത് ചെറുതായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അതുപോലെ ഡിസീസസ് കോസ്ഡ് ബൈ ഇൻഫ്ലുവൻസ് ആൽക്കഹോൾ അല്ലേ, അതും ഈ ഒരു ഫസ്റ്റ് പീരീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൽക്കഹോൾ ഉപയോഗം മൂലം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും ഈ ഫസ്റ്റ് പീരീഡിനെ ബാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ദ ബേബീസ് ഹെഡ് ഈസ് ഹാഫ് ദ സൈസ് ഓഫ് കൺസീവിങ്. ഈ ഒരു 2 മന്ത്സിൽ എന്താണ്, കൺസീവ് ചെയ്തത് മുതൽ ഈ ഒരു 2 മന്ത്സിൻ്റെ ഉള്ളിൽ കുട്ടിയുടെ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഹെഡായിട്ടാണ് ഉണ്ടാവുക. ഇൻ ദ 10th month ദ സൈസ് ഓഫ് ദ ഹെഡ് ബിക്കംസ് 1/4 ഓഫ് ദ ബോഡി അല്ലേ. എന്താണ് ഫസ്റ്റ് പീരീഡിൽ, ഫസ്റ്റ് സ്റ്റേജിൽ എങ്ങനെയാണ് കുട്ടിയുടെ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ശരീരത്തിൻ്റെ പകുതി ഉണ്ടെങ്കിൽ 10th month അല്ലേ, എന്താണ് കുട്ടിയുടെ ബർത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് എങ്ങനെയാവും, 10th month ഒക്കെ ആകുമ്പോൾ സൈസ് ഓഫ് ദ ഹെഡ് ബിക്കംസ് 1/4 ഓഫ് ദ ബോഡിയുടെ 4/1 ഭാഗമായിട്ട് മാറും. ദെൻ റിയാക്ഷൻസ് ബിഗിൻ അറ്റ് 3.5 months ബൈ ദ എൻഡ് ഓഫ് ദ 6th month. എന്താണ് ഇനി റിയാക്ഷൻസ് ഒക്കെ 3.5 month മുതൽ റിയാക്ഷൻസ് 6 month ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫാറ്റൽ റിയാക്ഷൻ എന്ത് ചെയ്യും, തുടങ്ങും അല്ലേ. കുട്ടിയുടെ അനക്കം അതുപോലെയുള്ള ആക്ഷൻസൊക്കെ തുടങ്ങും അല്ലേ. ബൈ ദ എൻഡ് ഓഫ് ദ 6th month ആകുമ്പോഴത്തേക്ക് കുറച്ചധികം ആവും അല്ലേ. ഫാറ്റൽ മൂവ്മെൻറ്റ്സ് ബിക്കം സ്ട്രോങ് ആൻഡ് കോംപ്ലക്സ് അല്ലേ. 6 month ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്താവുന്ന പറയുന്നത്, ഫാറ്റൽ മൂവ്മെൻറ്റ് സ്ട്രോങ്ങും അതുപോലെ തന്നെ കോംപ്ലക്സുമായിട്ട് മാറും. കുട്ടി നന്നായിട്ട് അനക്കും, അതുപോലെ ബീറ്റ് ചെയ്യാനൊക്കെ വയറിനകത്ത് കിടന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ 6 month കഴിഞ്ഞാൽ ഈവൻ ബിഫോർ ബർത്ത് ദ ഇൻഫാൻറ്റ് ഈസ് ഏബിൾ ടു ആക്ട് ഇൻ റെസ്പോൺസ് ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ സ്റ്റിമുലി ഇൻ എ സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ്. പറയുന്നത് ഈ ഒരു ബർത്ത് വരെയുള്ള അല്ലേ, ജനന സമയം വരെ എന്തുണ്ട്, കുട്ടികളുടെ റിയാക്ഷൻസും റെസ്പോൺസൊക്കെ എന്താണ്, ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള റിയാക്ഷൻസും അവർക്ക് കിട്ടുന്ന എൻവയോൺമെൻറ്റിനനുസരിച്ച് അല്ലേ, അവർക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള എൻവയോൺമെൻറ്റ് ആരാണ് ഒരുക്കി കൊടുക്കേണ്ടത്, നമ്മൾ പാരൻസാണ്. സോ പാരൻസിൻ്റെ റെസ്പോൺസും അതുപോലെയുള്ള ആക്ഷൻസിനൊക്കെ അവർക്ക് എന്തുണ്ട്, അവർക്ക് അതിനകത്ത് കിടന്നിട്ട് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് അല്ലേ. ഇപ്പോൾ സപ്പോസ് നമ്മൾ വയറിൽ തൊട്ട് നോക്കുക, അതല്ലെങ്കിൽ നമ്മൾ കുട്ടിയോട് സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു എൻവയോൺമെൻറ്റിന് സ്യൂട്ടബിളായിട്ട് അവർക്ക് ആപ്റ്റായിട്ടുള്ള റെസ്പോൺസ് തരാൻ സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത്, ടീച്ചേഴ്സ് ഹാവ് ടു ലേൺ ദീസ് സ്റ്റേജസ് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ടാക്കിൾ ഡിഫറെൻറ്റ് സ്റ്റുഡൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. എന്താണ് ടീച്ചേഴ്സ് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ആഫ്റ്റർ ബർത്ത് കേട്ടോ, കുട്ടികളുടെ ഓരോരുത്തരുടെയും ഡെവലപ്മെൻറ്റ് അനുസരിച്ച്, എല്ലാ കുട്ടികൾക്കും ഡെവലപ്മെൻറ്റ്സ് സെയിം ആവില്ല അല്ലേ. അപ്പോൾ ഓരോ കുട്ടികളുടെയും ഡെവലപ്മെൻറ്റ്സ് അനുസരിച്ച് അവരെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് അവരെ കൈകാര്യം ചെയ്യാൻ ആർക്ക് കഴിയണം എന്നാണ് പറയുന്നത്, ഒരു ടീച്ചറിന് സാധിക്കണം. ഓക്കെ.
അടുത്തതായിട്ട് പോസ്റ്റ് നാറ്റൽ ഡെവലപ്മെൻറ്റ് അല്ലേ. പോസ്റ്റ് നാറ്റൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് ഡെവലപ്പ് ആവുന്നതെന്ന് നോക്കാം. ഓക്കെ, ദെൻ പോസ്റ്റ് നാറ്റൽ ഡെവലപ്മെൻറ്റിൽ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് ഇൻഫാൻസി ആണ് അല്ലേ. ബർത്ത് ടു 2 years ആണ് ഇൻഫാൻസിയുടെ പീരീഡ്. ഓക്കെ, ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ ടോയ് ഏജ് അല്ലേ. ഇതിനെ നമ്മൾ ടോയ് ഏജ് എന്നും കൂടെ വിളിക്കും അല്ലേ. ആൻഡ് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇസ് വെരി ഫാസ്റ്റ് ഇൻ ദിസ് സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ റാപ്പിഡാണ് അല്ലേ. വെരി ഫാസ്റ്റ് ആയിട്ടാണ് എന്ത് നടക്കുന്നത്, കുട്ടിയുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റൊക്കെ നടക്കുന്നത്. അറ്റ് ദിസ് സ്റ്റേജ് ദ ചൈൽഡ് ഈസ് ഹെൽപ്ലെസ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ പാരൻസ് ആൻഡ് എൽഡേഴ്സ് അല്ലേ. ഈ ഒരു സമയത്ത് ഈ ഇൻഫാൻസി പീരീഡിൽ എന്താണ്, കുട്ടികൾ ഹെൽപ്ലെസ് ആയിരിക്കും. അവർക്ക് അവരുടേതായ കാര്യങ്ങളൊന്നും സ്വയം ചെയ്യാനോ സ്വയം ചിന്തിച്ച് പെരുമാറാനോ അവർക്ക് സാധിക്കില്ല. അവർ പാരൻസിൻ്റെ ഹെൽപ്പോടു കൂടി അല്ലെങ്കിൽ എൽഡേഴ്സിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. Okay, at this stage, newborn baby have some basic reflexes such as blinking, റൂട്ടിങ്, സക്കിങ് ആൻഡ് ഗ്രാസ്പിങ്. ഈ ഒരു സമയത്ത് ഒരു ന്യൂ ബോൺ ബേബി പലതരത്തിലുള്ള ഈ റിഫ്ലക്ഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തൊക്കെയാണ്, ബ്ലിങ്കിങ് അല്ലേ, അവർ ഐസ് എപ്പോഴും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ റൂട്ടിങ്, അവർ അവരുടേതായ ഒരു ശൈലിയിലേക്ക് ഒരു വേര് പിടിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു സമയത്താണ്. അതുപോലെ സക്കിങ് അല്ലേ, വിരൽ കുടിക്കുന്ന സക്കി എന്നൊരു ഹാബിറ്റ് ഉണ്ടാവും. അതുപോലെ ഗ്രാസ്പിങ്, കിട്ടുന്ന എല്ലാം ഗ്രാസ്പ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പീരിയഡും കൂടിയാണ് ഈ ഒരു ഇൻഫാൻസി എന്നുള്ള ഈ ഒരു സ്റ്റേജ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ചൈൽഡ്ഹുഡ് സ്റ്റേജ് ആണ്. ചൈൽഡ്ഹുഡ് സ്റ്റേജിന് 2 years to 12 years ആണ് ചൈൽഡ്ഹുഡ് സ്റ്റേജിൻ്റെ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചൈൽഡ്ഹുഡ് സ്റ്റേജിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 stages. ചൈൽഡ്ഹുഡിനെ നമ്മൾ 3 stages ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഏർലി ചൈൽഡ്ഹുഡ് അല്ലേ. ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 years to 6 years ആണ് പ്രീ സ്കൂൾ സ്റ്റേജ് എന്ന് പറയും ഇതിന്. ഓക്കെ, സാധാരണ നമ്മളെ കയ്യിൽ കുട്ടികളെ കിട്ടുന്ന, അതായത് പ്രീ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ കുട്ടികളെ കിട്ടുന്ന ഒരു സ്റ്റേജാണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ 6 years to 9 years ആണ് സ്കൂൾ സ്റ്റേജ് എന്ന് പറയും. ഓക്കെ, ദെൻ ലേറ്റ് ചൈൽഡ്ഹുഡ് ഇസ് 9 years to 12 years ആണ്. ദെൻ അതിനെ നമ്മൾ എന്ത് പറയും, ഹൈസ്കൂൾ സ്റ്റേജ് എന്നൊക്കെ പറയും അല്ലേ. സോ ദിസ് ഇസ് ദ 3 periods ഓഫ് ചൈൽഡ്ഹുഡ്. ഓക്കെ, then during childhood stage children undergoes physical, mental, social and moral changes അല്ലേ. ഈ ഒരു ചൈൽഡ്ഹുഡിൻ്റെ ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾ പലതരത്തിലുള്ള വിചാരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് ചേഞ്ചസ് പല രീതിയിലുണ്ടാകും. എങ്ങനെയാണ്, ഫിസിക്കൽ ചേഞ്ചസ്, മെൻ്റൽ ചേഞ്ചസ്, സോഷ്യൽ അല്ലേ, സാമൂഹികപരമായിട്ടുള്ള ചേഞ്ചസ്, മോറലായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നടക്കും. ആൻഡ് ഗ്രോത്ത് ഈസ് നോട്ട് റാപ്പിഡ് ആസ് ഇൻ ഇൻഫാൻസി സ്റ്റേജ്. ഇൻഫാൻസി സ്റ്റേജിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഗ്രോത്ത് അത്ര റാപ്പിഡ് അല്ല, ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്ത് ഒന്നും ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നില്ല. ദേ സ്റ്റാർട്ട് ടു ഇമാജിൻ, തിങ്കിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വർക്ക് ഇൻഡിവിജ്വലി ഓർ ഓട്ടോണമി ഡെവലപ്സ് ഇൻ ദ സ്റ്റേജ് അല്ലേ. ഈ ഒരു സമയത്താണ്, ഈ ഒരു പീരീഡിൽ അവർക്ക് ഇമാജിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അതുപോലെ തിങ്കിങ്ങിനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അണ്ടർസ്റ്റാൻഡിങ് അല്ലേ, പലതും ചിന്തിക്കാനും മനസ്സിലാക്കാനും ഇമാജിൻ ചെയ്യാനൊക്കെയുള്ള കഴിവുകളുണ്ട്. ആൻഡ് വർക്ക്സ് ഇൻഡിവിജ്വലി, അവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനും ആക്ഷൻസ് ചെയ്യാനും തുടങ്ങും. ആൻഡ് ഓട്ടോണമി ഡെവലപ്സ് ഇൻ ദ സ്റ്റേജ്. ഓട്ടോണമി മീൻസ് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കുക, അവനവന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ ഒരു ചൈൽഡ്ഹുഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ അടുത്തതാണ് അഡോളസൻസ് സ്റ്റേജ് അല്ലേ. അഡോളസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 years to 18 years ആണ് കൗമാരം അല്ലേ. സെക്കൻഡറി സ്കൂൾ, ഈ ഒരു സെക്കൻഡറി സ്കൂൾ സ്റ്റേജാണ് അഡോളസൻസ് എന്ന് പറഞ്ഞു അല്ലേ. ദിസ് ഈസ് ഓൾസോ കോൾഡ് എ ട്രബിൾ ഓർ പ്രോബ്ലം ഏജ്. ഇതിനെ നമ്മൾ ട്രബിൾ ഏജ് അല്ലെങ്കിൽ പ്രോബ്ലം ഏജ് എന്നും കൂടെ വിളിക്കും. ബിക്കോസ് ഡ്യൂ ടു so many physical, mental, social changes are going to take place. ബിക്കോസ് ഈ ഒരു സമയത്താണ് ഒരുപാട് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ ചേഞ്ചസ് കുട്ടികളിൽ ഉണ്ടാവുന്നത്. ഓക്കെ, സാധാരണ ഉണ്ടാവുന്നത് പോലെയല്ല. ഫിസിക്കലി അവർക്ക് ചേഞ്ചസ് ഉണ്ടാവും, മെൻ്റലി ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ പലതരത്തിലുള്ള സോഷ്യലി അവർക്ക് ചേഞ്ചസ് സംഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ അഡോളസൻസ് എന്നുള്ള ഈ സ്റ്റേജ് ഉള്ളത്. സോ അപ്പോൾ അതിനെ നമ്മൾ കൂടി വിളിക്കുന്നുണ്ട്, പ്രോബ്ലം ഏജ് ഓർ ട്രബിൾ ഏജ് എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ക്ലിയർ? ഇൻ വെസ്റ്റേൺ സൈക്കോളജി ഇറ്റ് ഈസ് കോൾഡ് ആസ് ടീനേജ് സ്റ്റേജ്.
അപ്പോൾ വെസ്റ്റേൺ സൈക്കോളജിയിൽ ഇതിനെന്താണ് വിളിക്കുന്നതെന്നാണ് പറഞ്ഞത്, ടീനേജ് സ്റ്റേജ് എന്നല്ലേ. ടീനേജേഴ്സിൻ്റെ ഒരു സ്റ്റേജ് ആയിട്ടാണ് കണക്കാക്കുന്നത് വെസ്റ്റേൺ സൈക്കോളജി. ഓക്കെ, അറ്റ് ദിസ് സ്റ്റേജ് പ്യൂബർട്ടി ഹിറ്റ്സ് അറ്റ് അറൌണ്ട് 13 to 15 ഇയേഴ്സ് ആൻഡ് പ്രൈമറി സെക്ഷൽ ക്യാരക്ടേഴ്സ് സ്റ്റാർട്ട്സ് ടു കം. എന്താണ് ഈ ഒരു സമയത്ത് എന്താണ് പ്യൂബർട്ടി വരുന്നുണ്ട് അല്ലേ, പ്രായപൂർത്തിയാവുന്നുണ്ട്, കൗമാരക്കാരിൽ പ്രായപൂർത്തി ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഒരു 13 to 15 ഇയേഴ്സിൻ്റെ ഉള്ളിലാണ് പ്യൂബർട്ടി ഉണ്ടാവുന്നത്. ആൻഡ് പ്രൈമറി സെക്ഷൽ ക്യാരക്ടേഴ്സ് സ്റ്റാർട്ട്സ് അല്ലേ, പ്രൈമറി ആയിട്ടുള്ള ഫിസിക്കലി സെക്ഷൽ ക്യാരക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്താണ് ബിഗിൻ ചെയ്യുന്നത് അല്ലേ. എക്സാമ്പിൾസ് ബിയേർഡ് അല്ലേ, ബിയേർഡ് മീൻസ് എന്താണ്, താടിയൊക്കെ വളരുന്നുണ്ട്, ബോയ്സിന് ഫിസിക്കൽ ഗ്രോത്ത് നടക്കുന്നുണ്ട്, ശാരീരികപരമായിട്ടുള്ള വളർച്ച, ചേഞ്ചസ് ഇൻ വോയിസ് അല്ലേ, ആൺകുട്ടികൾക്ക് വോയിസിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട്സ്, മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ പീരീഡ്സ് തുടങ്ങുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഓക്കെ, അടുത്തതായിട്ട് ദേ ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ പീപ്പിൾ ആൻഡ് സ്റ്റാർട്ട്സ് ടു ടേക്ക് ഒപ്പീനിയൻ സീരിയസ്ലി. ഈ ഒരു സമയത്ത് പല ആൾക്കാരിലും ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ട് ഈ ഒരു ടീനേജേഴ്സ് അല്ലേ. അവർക്ക് പല ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരെ ഇമിറ്റേറ്റ് ചെയ്യാനും അവരെ പോലെ ആവാനൊക്കെ ശ്രമിക്കുന്ന ഒരു പീരീഡാണ്. അവരുടെ പല ഒപ്പീനിയൻസും അല്ലേ, തീരുമാനങ്ങളും അവർ സീരിയസ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പീരീഡും കൂടിയാണ് എന്ത്, ഈ ഒരു അഡോളസൻസ് എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ടീനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദേ ഓൾസോ ലേൺ ടു അഡ്ജസ്റ്റ് ആസ് പെർ സിറ്റുവേഷൻ. എന്താണ് അവർ ഏത് സിറ്റുവേഷനിലാണോ ഇരിക്കുന്നത് ആ സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റബിളായിട്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു പീരീഡും കൂടിയാണ് എന്ത്, ഈ ഒരു ടീനേജ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അഡോളസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടീനേജ് സ്റ്റേജും കൂടിയാണ്. ഇതിൽ ഒരുപാട് ചേഞ്ചസും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അഡോളസൻസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പ്രീനാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ സ്റ്റേജസ് എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു അല്ലേ. ഫസ്റ്റ് നമ്മൾ ഡെവലപ്മെൻറ്റിൻ്റെ 2 സ്റ്റേജസാണ്, പ്രീനാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ സ്റ്റേജസ്. അപ്പോൾ അത് അതിനുള്ളിൽ വരുന്ന ഓരോ സബ് ഡിവിഷൻസ് നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ.